ചേച്ചി ലോങ് വീഡിയോ ഇടൂ എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പല സ്ഥലത്താണ് കുട്ടികളെ, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എൻ്റെ പല രീതികളും ഒന്നും ശരിയാകുന്നില്ല ഇവിടെ. ലൈക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടില്ല ഇതാ. ഇപ്പം ഞാൻ അവിടെ ഒരു സ്ഥലത്ത് സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇതിൻ്റെ പാരഫെർണിയലിയാസൊക്കെ. മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെയൊക്കെ നടുവിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഞങ്ങളുടെ ബാംഗ്ലൂരിലുള്ള അപ്പാർട്ട്മെൻറ്റാണ്. 10-20 വർഷം മുമ്പ് മോൾക്ക് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിലാണിപ്പോൾ വന്നിരിക്കുന്നത്. കാരണം അന്നത്തെ ഒരു സ്റ്റൈലിൽ വാങ്ങിച്ചതാണേ. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം മോൾ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പം വി ആർ സ്റ്റേയിങ് ഹിയർ. ഒത്തിരി ഒന്നും കാണിച്ചു തന്ന മോൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എല്ലാം ചെയ്യാനും ഉണ്ട് വീട്. ഞാൻ അന്ന് റൂം ഇട്ടില്ലേ, അത് മാത്രമേ എനിക്ക് ഇടാൻ പറ്റൂ. ഓരോരുത്തർ ഓരോ സ്റ്റൈലല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ വീഡിയോ പിടിക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോസൊന്നും എടുക്കാത്തത്. നോക്ക്, എൻ്റെ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് പോലെ സാധനങ്ങളൊന്നും കൊണ്ടെടുക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ ജസ്റ്റ് ചെറിയ പെട്ടിയായിട്ടാണ് വന്നത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ എടുക്കാത്തത്. ഇങ്ങനെയൊക്കെ പിടിച്ച് വെച്ചൊക്കെ എടുക്കേണ്ടി വരുവേ. അപ്പോൾ അതിനൊരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൗണ്ടോ ഒന്നും ശരിയാകില്ല. അതൊക്കെ കൊണ്ടാണ് എടുക്കാനത് കേട്ടോ. അതൊരു 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. ഞങ്ങളിത് മേടിച്ച കഥ ഞാൻ പറയാം. ഞാൻ 2000 ആ സമയത്ത് 1996 മുതൽ 2000 വരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ, ചെന്നൈയിൽ. 2000 വരെയല്ല, 2018 വരയ്ക്കും. പക്ഷേ അരവിന്ദിന് ഇവിടെ ഒരു ജോലി കിട്ടിയായിരുന്നു ഇടയ്ക്ക്. അപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് ഏത് സമയത്തായിരുന്നു വെച്ചാൽ 2001. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്ലോട്ടൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എൻ്റെ ഗോൾഡൊക്കെ വിറ്റിട്ടൊക്കെ. അപ്പോൾ ഞാൻ അതിലൊരു സാധാരണ പോലത്തെ ഒരു വീട് വെക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു 5.5 സെൻറ്റിൻ്റെ പ്ലോട്ട്. അവിടെയൊക്കെ അങ്ങനെ പറ്റുള്ളൂ, ചെന്നൈ അല്ലേ. അത് വാങ്ങിച്ചു കഴിഞ്ഞ സമയത്തുണ്ടല്ലോ, ഇപ്പോൾ ഇതേ ഇവിടെ കണ്ടോ, ഇവിടുത്തെ വീട് കാണാൻ പറ്റില്ലെന്നേ. ഇവിടുത്തെ ഒരു വീട് കണ്ടപ്പോൾ ഞാനത് പെട്ടെന്ന് ഓർക്കുമായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചതും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ എന്നതാ. ഇതുപോലെ പണിയാൻ പറ്റുമായിരുന്നു ഇങ്ങനെ 5 സെൻസിൻ്റെ പ്ലോട്ടിൽ. പക്ഷെ അത് ഞാൻ പിന്നെ ആ പ്ലാൻ അബോർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നല്ലോ അരവിന്ദ്. അപ്പോഴും എൻ്റെ മനസ്സിലെന്താ, ശരി റെൻറ്റ് കൊടുക്കണ്ട, ആ പ്ലോട്ട് അങ്ങ് വിറ്റിട്ട് അതിൻ്റെ പൈസ കൊണ്ട് ഇതിൻ്റെ അഡ്വാൻസ് കൊടുത്തു. പിന്നെ EMI ആയിട്ട് ഞങ്ങൾ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ മൂവ് ചെയ്തട്ടാ. ഇവിടേക്ക് മാറാം. മോൾക്ക് ഇവിടെ അടുത്തൊക്കെ തന്നെ ഇതെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. അടുത്തുള്ളൊരു ഏരിയയിൽ ഇത് നോക്കാം, പഠിത്തം ഇവിടെ തന്നെ ആക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് നീക്കി തുടങ്ങി. ഞങ്ങൾ അവിടുത്തെ ആ പ്ലോട്ട് വിറ്റു. പ്ലോട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ഒരു 2 മാസം സമയം കഴിഞ്ഞിട്ടാണ് ഈ സ്കൂൾസിലൊക്കെ അഡ്മിഷൻസ് വരണം. ഇവിടെ വന്ന് ഞാൻ സ്കൂൾസൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീട് പണിത് കഴിഞ്ഞിട്ടേ 2002 മോള് 2nd സ്റ്റാൻഡേർഡിലാണ്. 2002 അല്ലേ, കറക്റ്റ് അല്ലേ? ആ സമയത്തൊക്കെയാണ്. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. മോള് 2ാം ക്ലാസ്സിലാണെന്ന് പറയുമ്പോൾ ശരിയല്ലേ? ഇത് 2001 ശരിയാണ്. 2001, 2002 കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ച് നോക്കുമ്പോൾ അരവിന്ദിന് അവിടെ ഒരു നല്ല ഇതിൽ കമ്പനിയിൽ ജോലി കിട്ടി, എവിടെ, ചെന്നൈയിൽ. അപ്പോൾ എനിക്കും സന്തോഷമായി. കാരണം എൻ്റെ എല്ലാ സെറ്റപ്പും അവിടെയാണ്, അറിയുന്ന ആൾക്കാർ അവിടെയാണ്, കോടതി അതാണ്, ഞാൻ പഠിച്ച് എല്ലാം എടുത്തു വരുന്ന സമയമാണ്. അങ്ങനെ ഞാൻ ഇത് എന്താ പറയുക, മോളും ഞാനും കൂടെ അവിടെ തന്നെ നിന്നു. അരവിന്ദ് അങ്ങനെ വന്നു. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഈ വീട് പണിയണ സമയത്ത് 3 ഇയേഴ്സോളം അരവിന്ദ് ഇവിടെ തന്നെ താമസിച്ചിട്ടുണ്ട്. ഒരു ചെറിയ റെൻറ്റ്. ആദ്യം എൻ്റെ കസിൻ്റെ കൂടെ അവൻ്റെ ക്വാർട്ടേഴ്സിൽ. അവന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ സമയത്ത് ആരും ഇല്ലായിരുന്നു അവൻ്റെ കൂടെ. കല്യാണമൊക്കെ ഒഴിഞ്ഞൊക്കെ പോയിരുന്ന സമയമായിരുന്നു. അപ്പോൾ അരവിന്ദ് അവരുടെ കൂടെ താമസിച്ചു കുറേ നാൾ. ഞാനപ്പോൾ എപ്പോഴും വന്ന് പോകുമായിരുന്നു. ജിതിൻ്റെ വീട്ടിൽ താമസിച്ചു. എൻ്റെ അമ്മാവിൻ്റെ മകൻ പുള്ളി അപ്പോൾ ഡൈവോഴ്സ് പ്രൊസീഡിങ്സൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അരവിന്ദ് വരുമ്പോൾ അവർക്കും ഒരു സന്തോഷം. വീക്കെൻഡ്സ് ഞാൻ വന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ട് പോകും. ഞാനും മോളും കൂടി ട്രെയിനിലാണ് കേട്ടോ വരിക, നൈറ്റ് ട്രെയിനിൽ. എന്നിട്ട് മിക്കവാറും തിങ്കളാഴ്ചകളിൽ മോള് പോവില്ല സ്കൂളിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇരിക്കും. ഞാൻ പറയാം നമുക്ക് ഇന്ന് വൈകുന്നേരം പോവാം, അന്ന് ബുക്ക് ചെയ്യാതെയും പോവാം നമുക്ക് കേട്ടോ. അവിടെ ചെന്നിട്ട്
ബുക്ക് ചെയ്താൽ മതി, എന്താ തത്കാലിലൊക്കെ കിട്ടും. ഇങ്ങനെ കുറേ ബുക്ക് ചെയ്യണ്ട. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ദിവസം തത്കാലം എടുത്ത് പോകും. അങ്ങനെ കുറേ പാട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ജോലി അങ്ങോട്ട് കിട്ടുന്ന അരവിന്ദിന്. സോ പിന്നെ അതുപോലെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അരവിന്ദ് അവിടെ വന്ന് ജോലിക്ക് കയറുന്നു. അപ്പം നമ്മൾ കുറച്ചുകൂടി നല്ല ഒരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്തു. മോൾ അവിടെ തന്നെ. മോൾ പിന്നെ സ്കൂളിൽ നിന്ന് ഭാഗ്യത്തിന് ടി സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി സ്കൂളാണ്, ബാലവിദ്യാമന്ദിർ എന്ന് പറയും ചെന്നൈയിൽ. എല്ലാവർക്കും അറിയായിരിക്കും, ചെന്നൈയെ പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും. അവിടെ തന്നെ 12th വരെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ പടിപടിയായിട്ട് എൻ്റെ പ്രൊഫഷനിൽ ഉയർന്നു. 12th കഴിഞ്ഞതിന് ശേഷം മോള് 12th കഴിഞ്ഞ് സമയത്താണ് ഞങ്ങൾ വില്ലയ്ക്ക് അഡ്വാൻസ് കൊടുക്കുന്നത്. അതും ഒരു കഥയാണ്. വില്ലയുടെ കഥയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അതെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ നല്ല വരുമാനം, നല്ല സാലറി ഉള്ള ഒരു ജോലി, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പണി നടന്ന് ഒരു 5 കൊല്ലം കൊണ്ട് 4 വർഷത്തിൻ്റെ അധികം എടുത്തതിന് ശേഷമാണ് വില്ല കിട്ടി. അപ്പോൾ ഓർത്തോളണം, ഇവിടെ ഒരു വീട് പണിതിട്ട് എന്ന് പറഞ്ഞാൽ ഈ വീട് മേടിച്ചിട്ട് ഫർണിഷ് ഒക്കെ ചെയ്ത് അന്ന് മേടിച്ച ഫർണിച്ചർ കേട്ടോ, മാറ്റിയിട്ടൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാനിത് ചെയ്തു, എന്താ ഇതിൻ്റെ അപ്പോൾസ്ട്രിയൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു, അല്ലാതെ കണ്ട് ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ കുറേ ആളുകൾ ഇവിടെ വന്ന് താമസിച്ചു. ഇൻ ദ സെൻസ് റെൻറ്റിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഇതുകൊണ്ട് ഇപ്പം മോക്ക് ഉപകാരമായി അത്. 20 വർഷം മുമ്പ് ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിലൊക്കെ വാങ്ങിക്കാൻ നല്ല പൈസയായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കിനിയിപ്പം വാങ്ങിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു എനിക്ക്. മോള് മേടിക്കണം ഇനി പിന്നെ അത് കഴിഞ്ഞപ്പം. ഇപ്പം നല്ല അപ്പാർട്ട്മെൻറ്റാണ്, നമുക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാനൊക്കും എപ്പോഴെങ്കിലും വരുമ്പോൾ. മോളുടെ ഫ്രണ്ടും മോളൊക്കെ ആയിട്ട് ഇവിടെ നിന്നുള്ളവർ. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വരും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. അതാണ് നമ്മുടെ പ്ലാൻ. പിന്നെ ഈ കുട്ടിക്ക് കല്യാണം ആവാത്തത് കൊണ്ട് അറിയില്ല അതെന്താണ് ഈ കല്യാണം കഴിക്കുക, അതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അന്നെടുത്ത ഒരു റിസ്ക്. അന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. 13,500 മാസം അടയ്ക്കേണ്ടത്. ശമ്പളം 20,000 എങ്ങാണ്ടേ ഉള്ളൂ അരവിന്ദിനന്ന്. അതിൽ നിന്ന് 13,500 അടയ്ക്കണം, ഇവിടെ ജീവിക്കണം. പിന്നെ ഞങ്ങളവിടെ ജീവിക്കുന്ന എനിക്ക് വരുമാനമായി വരുന്നേ ഉള്ളൂ ആ സമയത്ത് 2002-ൽ. ഇറ്റ് വാസ് റിയലി എന്താ പറയുക, വാക്കിംഗ് ഓൺ എഗ് ഷെൽസ് എന്നൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ വർത്തമാനമല്ലേ, അതൊക്കെ കറക്റ്റായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇത് കഴിഞ്ഞു, ഇതൊക്കെ ഓവർകം ചെയ്തു എന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് മറ്റേ വില്ല മേടിച്ച് കയ്യിൽ വരുമ്പോഴേക്കും ആ ജോലിയും പോയി. അരവിന്ദൻ്റെ എനിക്കുണ്ട് ജോലി. അപ്പോൾ പിന്നെ പക്ഷേ ജോലി പോയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അബുദാബിക്കാണ് കിട്ടിയത്. അപ്പോൾ അവിടെ ജീവിക്കാമെന്ന് കരുതി അവിടെ ജോലി ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നിച്ച് കഴിയാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. എൻ്റെ സംസാരത്തിൽ എൻ്റെ ഫ്രസ്ട്രേഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചു. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യും, ആരെയും ഒട്ട് പേടിയില്ല താനും. ആരെങ്കിലും എന്താടി എന്ന് ചോദിച്ചാൽ എന്താടാന്ന് 10 പ്രാവശ്യം ചോദിക്കേണ്ട ഒരു തരം മെൻറ്റാലിറ്റി ആയിപ്പോയി. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ആ തൻ്റെ ഇടവും. പിന്നെ ഈ വക്കീൽ എന്നുള്ള രീതിയിലേ ഒരു തൻ്റെ ഇടം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളൊക്കെ ഓൾറെഡി വെൽ എക്യുപ്ഡ് ആയിട്ടാണ് വരുന്നത്. ഞാനൊക്കെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളല്ലേ. സോ അവിടെ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓരോരോ കാര്യങ്ങളും നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യണമായിരുന്നല്ലോ അവിടെയൊക്കെ. ന്യൂസ് പേപ്പർ വഴിയാണ് നമുക്ക് ഓരോരോ ഓപ്പർച്യൂണിറ്റീസ് അറിയുള്ളൂ. പിന്നെ വനിതയാണ് നമ്മുടെ വഴികാട്ടി. അതല്ലാതെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അതിൽ നിന്നും ഒരു കളർ സെൻസ് പഠിച്ചു, എറ്റിക്കറ്റ് പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വന്നത്, അപ്പോൾ ആ വീടും ഞങ്ങൾ മാത്രമേ, പിന്നെ അരവിന്ദും മോളും ഞാനും മാത്രമേ 2 വർഷം അവിടെ കഴിഞ്ഞ്. മോള് 4 years ബിടെക് കഴിഞ്ഞപ്പോൾ ഇല്ലേ എനിക്ക് അരവിന്ദിനെ മിസ് ചെയ്യാൻ തുടങ്ങി. അരവിന്ദ് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇങ്ങനെ കസഖ്സ്ഥാൻ, റഷ്യ അങ്ങനെയൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെപ്പോഴും വേറെ വേറെ താമസിച്ചും സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് സുഹൃത്തുക്കളെ ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തേക്കുന്നത്. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നൊന്നും അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രദറൊക്കെ കുറച്ച് നല്ല ഹെൽപ്ഫുള്ളൊക്കെ ആയിരുന്നു, അരവിന്ദിൻ്റെ ബ്രദറൊക്കെ പണ്ട്. പിന്നെ അവർക്കും ഫാമിലിയായി, അവർക്കും അവരുടേതായ കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും. അതൊക്കെ കൊണ്ട് പിന്നെ പപ്പയ്ക്കൊന്നും അങ്ങനെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല പേരൻസിൻ്റെ നിന്ന്. പക്ഷെ ഒരു കാര്യം നമ്മൾ ആസ് എ പാരൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പറ്റുമെങ്കിൽ ഈ കുട്ടികൾക്കൊരു ബർഡൻ കൊടുക്കാതിരിക്കണം. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അത് എന്താ അതിൻ്റെയൊക്കെ ഒരു
ചെയ്യാൻ പാടില്ല. നമ്മൾ ലോണൊക്കെ എടുത്ത് ഇവരുടെയൊക്കെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞാലേ പിള്ളേർ എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ അല്ലേ? അവിടെ ലോണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്. ലോണല്ല, അവരുടെ കാര്യങ്ങൾക്ക് പോലുള്ള പണമില്ലായിരുന്നു അവരുടെ കയ്യിൽ. ഇതൊക്കെയാണ്. അതൊന്നും നമ്മളിനിയിപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായെന്ന് എഴുതി ചിലവൊന്നും ഞാൻ പറയാതെ. അപ്പോൾ അവർ അങ്ങനെ അവരുടെ അതിൽ ജീവിക്കുന്നു, ഞങ്ങളിങ്ങനെ ജീവിക്കുന്നു. അതായത് എപ്പോഴും ഈ കെട്ടിപ്പറക്കല. ഒന്നില്ലെങ്കിൽ മദ്രാസിൽ നിന്ന് ചെന്നൈയിലേക്ക്, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ചിലപ്പോൾ എറണാകുളത്ത് കൊച്ചിയിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടാവും, എപ്പോഴും പോകണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യങ്ങൾക്ക്. അപ്പോൾ ആരോ പറയണ്ടായിരുന്നു, ചേച്ചി എനിക്കിഷ്ടമായി ഇങ്ങനെ ഓടി ഓടി നടക്കാമെന്ന്. ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് നമ്മുടെ ഭക്ഷണക്രമം തെറ്റും, നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുള്ള വ്യായാമ ശൈലി ഉണ്ടെങ്കിൽ അത് തെറ്റും, നമ്മളെന്തെങ്കിലും ഒരു പൂജാവിധികളോ പൂജാക്രമങ്ങളോ ഒക്കെ പിന്തുടരുന്നവരാണെങ്കിൽ അത് തെറ്റും. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് വെളുപ്പിനെ എഴുന്നേക്കണം, 5 മണിക്ക് എണീറ്റ് നാമം ജപിക്കണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അത് എനിക്ക് വേറൊരു സ്ഥലത്ത് പോയാൽ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്കും വരില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പിടിവാദത്തിൽ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളൊന്നും അങ്ങനെയല്ല. എവിടെ പോകാൻ പറ്റുന്നോ അവിടെ ഭഗവാനെ അങ്ങ് വിളിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കണം എന്നൊക്കെ, ആഗ്രഹമൊന്നും നടക്കുന്നില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകാതെ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ലൈഫിൽ എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കും എൻ്റെ വീഡിയോസിൽ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് വരുന്നത്. കാരണം നന്ദിയില്ലായ്മയാണ് സുഹൃത്തുക്കളെ ചുറ്റിനും കാണുന്നത്. അപ്പോൾ ഞങ്ങളെന്തിനു നന്ദി കാണിക്കണം എന്ന് ചോദിക്കും കാരണന്മാർ. എല്ലാവരും നന്ദി കാണിക്കണം, ഞാനും നന്ദി കാണിക്കണം, കാരണവന്മാരും നന്ദി കാണിക്കണം. അല്ലാതെ ഇരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ദേഷ്യം കോപം ഒക്കെ വരണേ അല്ലേ. അതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ജോലി കളഞ്ഞ് ഞാൻ അബുദാബി പോയതുണ്ടല്ലോ, ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അവിടെ ചെന്നിട്ടും ഞാൻ ഒരു ജോലിയിൽ കയറി ഷാർജയിൽ, അപ്പോഴും ഒരു വീടെടുക്കണം, അവിടെയും വീടെടുത്തു. അയ്യോ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അച്ഛനമ്മയും ഒരു വീട് പണിത്, അമ്മ അവിടെ അടുത്ത് സ്കൂളിലെ ടീച്ചറാണ്, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നിലമുണ്ട്, എന്ത് നല്ല മനോഹരമായ ജീവിതമാണ് അല്ലേ. അമ്പലത്തിൽ പോകാം, അമ്പലങ്ങളിൽ പോകാം, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നതുകൊണ്ട്. അച്ഛൻ പക്ഷേ പല 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 സ്ഥലത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് 55-ആം വയസ്സിൽ റിട്ടയറും ആയി. അന്നൊക്കെ അങ്ങനെയല്ലേ, ഇപ്പം സാധിക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നാലേ നമുക്ക് ഒരു എന്താ പറയുക, കുറച്ചും കൂടി ലൈഫ് ലാഘവമാവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ മെൻ്റൽ സ്റ്റേജൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ ഞാനെന്നാലും ഇത്രയൊക്കെ കാണിച്ചു കൂട്ടി നടക്കുന്നുണ്ടല്ലോ. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ മിടുക്കി മോൾട്ടി മിടുക്കിയാകുക എന്നൊക്കെ പറയും. ഇത്ര പോരെ എൻ്റെ സംസാരം? 12 മിനിറ്റ് കൂടുതൽ ഇപ്പോൾ എനിക്ക് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി കൊണ്ടുവരണമെങ്കിൽ സമയമെടുക്കും. ലെറ്റ് മീ സ്റ്റാർട്ട് 1 പോഡ്കാസ്റ്റ്. മര്യാദയ്ക്ക് ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങളൊക്കെ എന്നെ കുറച്ച് നേരമെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇത് കേൾക്കൂ. എൻ്റെ വിഷമങ്ങൾ ഇതൊക്കെ കൊണ്ടാണ്. 1996 ഓൺവേർഡ്സ് ഞാനിങ്ങനെ ജേർണീസിലാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട്. പിന്നെ അതല്ലാതെ ഞാൻ എൻ്റെ പ്രൊഫഷൻ, എൻ്റെ നല്ല ജോലിയായിരുന്നതുകൊണ്ട് യൂസ് ടു ട്രാവൽ എ ലോട്ട്. USA പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, ജോലിയുടെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ വേറെയും കൺട്രീസിലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഒരു എപ്പിസോഡായിട്ട് പറയട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ക്യൂരിയോസിറ്റി ഇരിപ്പുണ്ടായിരുന്നേ, അതൊന്ന് ഒരു എപ്പിസോഡായിട്ട് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കിപ്പോൾ നേരം കിട്ടിയില്ല. മോളെ ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നു ഞാൻ വീടൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരി, ഓക്കെ, ചിയേഴ്സ്. നീ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാനതെൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് ഞാൻ ഓരോന്ന് കാണിച്ചിട്ട് ഞാൻ കഥ പറയാം കേട്ടോ. അപ്പോൾ സമയമില്ല, ടയേർഡുമാണ് സുഹൃത്തുക്കളെ. ബൈ.